നമസ്കാരം. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തോതിൽ ഈ സംഘർഷം ലോകമെമ്പാടും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പലരും ഭാരതത്തെ ബന്ധപ്പെടുന്നുണ്ട്. ഭാരതവുമായി ബന്ധപ്പെടാനും ഈ സംഘർഷത്തിന് അയവ് വരുത്താനും പല ലോകരാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡാണ്, ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഞങ്ങളല്ല തുടങ്ങി വെച്ചത്. ഇനി ഒരിക്കൽ ഇതുപോലെ വീണ്ടും ചെയ്യാൻ പാകിസ്ഥാന് ശക്തി ഉണ്ടാവരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം അത് മാത്രമാണ്. പാകിസ്ഥാനിനുള്ളിലെ സിവിലിയൻസിന്, സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ എന്തിന് ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് പോലും നഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ തീവ്രവാദി, ഭീകരവാദി, ഇസ്ലാമിക ഭീകരവാദി ക്യാമ്പുകൾ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത്. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചു ചെയ്തതോ ഭാരതത്തിൽ എമ്പാടും അങ്ങ് പൂഞ്ച് മുതൽ ഇങ്ങ് ഗുജറാത്ത് വരെയുള്ള സകല ഏരിയയിലും അതിർത്തി പ്രദേശങ്ങളിലും കനത്ത ഷെല്ലിങ്ങിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയായിരുന്നു. ഈ കനത്ത ഷെല്ലിങ്ങിൽ നമ്മളുടെ ഭാഗത്ത് താമസിക്കുന്ന നിരവധി സാധാരണക്കാരായ വ്യക്തികൾക്കും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും വലിയ തോതിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനെ മറ്റൊരു ലെവലിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചടി ഇന്നലെ രാത്രി മുതൽ വീണ്ടും കൊടുത്തു തുടങ്ങിയത് എന്നുള്ള നിലപാടാണ് ഭാരതം എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റൊരു കാര്യമാണ്. അത് ലോകത്തെമ്പാടും യുദ്ധമുണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്. ഒരിടത്തൊരു യുദ്ധമുണ്ടായാൽ സത്യമാണ് അതിൻ്റെ ആദ്യത്തെ ഇര എന്നാണ് പറയുക. ഒരു യുദ്ധമുണ്ടായാൽ കള്ളക്കഥകളുടെയും കള്ളപ്രചരണങ്ങളുടെയും കള്ള അവകാശവാദങ്ങളുടെയും ഒരു നിര തന്നെ പിന്നീടുണ്ടാകും. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ കൂടി ശക്തമായ കാലത്ത് അത്തരം കള്ളപ്രചരണങ്ങളുടെ സ്കോപ്പ്, അതിൻ്റെ സാധ്യത വളരെ വലുതാണ്. പാകിസ്ഥാനും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കള്ളപ്രചരണമാണ്. നമ്മുടെ നാട്ടിലും ആവേശം മൂത്ത് അല്ലെങ്കിൽ TRP റേറ്റിങ്ങിൽ മുന്നേറാനുള്ള ആവേശത്തിൽ കണ്ണുമടച്ച് കേൾക്കുന്നതെല്ലാം വലിയ തോതിൽ വിളിച്ചു പറഞ്ഞ് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ പലരും അങ്ങനെയും ശ്രമിക്കുന്നുണ്ട്. ഒരു മെച്വേർഡായ റിപ്പോർട്ടിങ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമല്ലാത്ത, നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം കൊടുക്കുന്ന റിപ്പോർട്ടിങ്, ആ റിപ്പോർട്ടിങ്ങിൽ സത്യം തന്നെ മതി. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ തന്നെ ഭാരതം ഏറെ കാതങ്ങൾ മുന്നിലാണ്. ഇങ്ങനെയൊരു പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെയൊരു അറ്റാക്കിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ, അതുമായി ബന്ധപ്പെട്ട സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ, നമ്മൾ ചെയ്ത ആക്ഷൻ്റെ കാര്യത്തിൽ, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കുന്ന ഡിപ്ലോമസിയുടെ കാര്യത്തിൽ, ഈ മൂന്ന് കാര്യങ്ങളിലും പാകിസ്ഥാന് ഭാരതവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ പൊളിറ്റിക്കലി ഛിന്ന ഭിന്നമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിലെ ആർമിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായുള്ള കോർഡിനേഷൻ്റെ കുറവ്. ഇവിടെ എല്ലാ മുഖ്യമന്ത്രിമാരുമായും മോദി സംസാരിക്കുന്നു, എല്ലാ പ്രതിപക്ഷ നേതാക്കളുമായി ഗൃഹമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംസാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ അത്തരം യാതൊരു കോർഡിനേഷനും ഇല്ല എന്നുള്ളത് പാക് അസംബ്ലിയിലെ ചില MP-മാരുടെ കരച്ചിലും ബഹളവും ആരോപണങ്ങളുമൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് രാവിലെ പാകിസ്ഥാൻ അസംബ്ലിയിലെ ഒരു MP അവിടെ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞത് മോദിയുടെ പേര് ഉച്ചരിക്കാൻ പോലും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് ഭയമാണ് എന്നാണ്. മോദിയുടെ പേര് ഉച്ചരിക്കാൻ ഭയമാണ് എന്നാണ്. ആ ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിൽ പാകിസ്ഥാൻ എക്കാലത്തും മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളുടെ മാധ്യമങ്ങളായാലും വായനക്കാരും പ്രേക്ഷകരായാലും യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ സോഴ്സിൽ നിന്നാണോ ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാകിസ്ഥാൻ ഒരുക്കുന്ന ഇത്തരം കെണികളിൽ നമ്മൾ വീഴാൻ പാടില്ല. ഈ കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ ഉണ്ടായ ചില തെറ്റുകൾ, റിപ്പോർട്ടിങ്ങിലെ തെറ്റുകൾ, വസ്തുതകളിലെ തെറ്റുകളൊന്ന് വളരെ ചുരുക്കത്തിൽ ചൂണ്ടിക്കാണിക്കാം. ആദ്യത്തേത് ഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ്
ഭാരതത്തിൽ നിരവധി ആൾക്കാർ ഷെയർ ചെയ്ത വീഡിയോ യഥാർത്ഥത്തിൽ 2024 ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെയാണ്. ഇവിടെ നമ്മളിൽ പല ആൾക്കാരും പാകിസ്ഥാനിലെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് നമ്മൾ ആക്രമിച്ചു എന്ന നിലയിൽ ഇന്നലെ രാത്രി നമ്മളെല്ലാവരും തന്നെ പല ആൾക്കാരും അത് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തെറ്റാണ് എന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. രണ്ടാമത്തേത്, പാകിസ്ഥാൻ ഇന്ത്യയുടെ 7 വിമാനങ്ങൾ 7 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദമാണ്. 7 ചിലർ, 5 മറ്റു ചിലർ. പക്ഷേ ഈ ഒരു 5 ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഒരു അവശിഷ്ടം പോലും ഭാരതത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് പാകിസ്ഥാനിലും ഇല്ല. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു തെളിവ് കാണിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞു. പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് വലിയ വൈറൽ ട്രോളായിട്ട് മാറിയ കാഴ്ചയും നിങ്ങൾ കണ്ടു. 5 വിമാനങ്ങൾ അല്ലെങ്കിൽ 7 വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവ് കൂടി പാകിസ്ഥാൻ ഹാജരാക്കേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ വിമാനവേധ തോക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഫൈറ്റർ ഉപയോഗിച്ചോ അത്തരം ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ, അതിൽ നമ്മളുടെ വിമാനങ്ങൾ കത്തിയമർന്ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെക്കോർഡ് പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടാവണം. 24 മണിക്കൂറിനിടയിൽ അങ്ങനെ ഒരു റെക്കോർഡ് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ലോകസമക്ഷം വെക്കാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. നുണപ്രചരണം നമ്പർ 2 ആണ്. ഇനി മൂന്നാമത്തേത്, ഭാരതത്തിനുള്ളിൽ നിരവധി ചാനലുകൾക്കും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി ചാനലുകൾക്ക് സംഭവിച്ച ഒരു പിഴവാണ്. ഞാൻ പോലും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ നാവികസേന കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് ഇന്നലെ രാത്രിയിൽ അർദ്ധരാത്രിയോടുകൂടി വന്ന ഒരു റിപ്പോർട്ടാണ്. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം INS വിക്രാന്തൊക്കെ ആ ഭാഗത്തുണ്ട്, നമ്മളുടെ പടക്കപ്പലുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ആക്രമിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് വിശ്വസിക്കാം. പക്ഷേ ഒരു യുദ്ധതന്ത്രത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആരും തന്നെ ഭാരതം ആക്രമിക്കാൻ സാധ്യതയില്ല എന്നാണ് പലരും പറഞ്ഞത്. കാരണം തുറമുഖം ആക്രമിക്കുന്നതിന് മുമ്പ് തുറമുഖത്തിലേക്ക് എത്തുന്ന കപ്പലുകൾ തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ആയിരിക്കും. അത് തടയുകയായിരിക്കും ഒന്നുകൂടി എളുപ്പമെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുതന്നെയാണ് അതിൻ്റെ സത്യം. കറാച്ചി തുറമുഖം നമ്മൾ ആക്രമിച്ചിട്ടില്ല. ഇതാണ് നുണ നമ്പർ 3. ഇനി നാലാമത്, പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ എന്ന മട്ടിൽ മലയാളത്തിലെ ചില ചാനലുകൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ വിഷ്വൽസാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്താണെന്ന് നമുക്കറിയാം. മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അയൺ ഡോം. ആ അയൺ ഡോമിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ പ്രതിരോധിക്കുന്നു എന്ന മട്ടിൽ പലരും ഇന്നലെ പ്രചരിപ്പിച്ചത്. അതാണ് അടുത്ത നുണപ്രചരണം. ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭാരതത്തിലെ അമൃത്സർ മിലിറ്ററി ബേസ് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വ്യാജ വാർത്ത പാകിസ്ഥാനിലുടനീളം പോകുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രവാസികളായ അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർ ഇത് വ്യാപകമായി ട്വിറ്ററിലൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ 2024 ഒരു കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ്. ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് നുണപ്രചരണം നമ്പർ 6. ഇനി ജമ്മു എയർബേസ് ബോംബിട്ട് തകർത്തിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതും പാകിസ്ഥാൻ്റെ മറ്റൊരു വ്യാജ പ്രചരണമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ കാബൂൾ എയർപോർട്ടിലുണ്ടായ ഒരു അപകടത്തിൻ്റെയോ ഒരു സ്ഫോടനത്തിൻ്റെയോ ദൃശ്യങ്ങൾ എടുത്താണ് ഈ പറയുന്നത് പോലെ ജമ്മുവിലെ നമ്മളുടെ വ്യോമസേനാ താവളം അടിച്ചു തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ അത് വെരിഫൈ ചെയ്യാനും ഫാക്റ്റ് ചെക്ക് ചെയ്യാനും ഇപ്പോൾ സംവിധാനമുണ്ട്. പക്ഷേ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വല്ലാത്ത വിഷമ അവസ്ഥയിലാണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇത്തരം വിഷ്വൽസ് പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിലനിർത്താനായിരിക്കാം ഇത്തരം വ്യാജ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നത്. കാരണം പാകിസ്ഥാൻ പട്ടാളമൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതുള്ളത്. ഇനിയും ഗുജറാത്തിലെ ഹസീറ തുറമുഖം പാകിസ്ഥാൻ തകർത്തു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു അവകാശവാദം. പക്ഷേ അതിൻ്റെ പേരിലും വ്യാജ വീഡിയോ നടക്കുന്നുണ്ട്. അത് 2021 ഒരു ഓയിൽ ടാങ്കർ എക്സ്പ്ലോഷൻ്റെയാണ് എന്ന് വിദഗ്ധർ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഇതുവരെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഹസീറയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ ഏറ്റവും അവസാനത്തേത്, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ
അയാൾ അറസ്റ്റിലായിരിക്കുന്നു, അയാളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു സ്ഥാനത്ത് നിന്ന്, പട്ടാള വിപ്ലവം പാകിസ്ഥാനുള്ളിൽ നടന്നിരിക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും അങ്ങനെ യാതൊരു സൂചനയും ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളോ ഭാരതത്തിൻ്റെ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഭാരത സർക്കാരോ കൊടുത്തിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു യുദ്ധമുണ്ടായാൽ അസത്യ പ്രചരണങ്ങൾക്കാണ് എപ്പോഴും മുൻതൂക്കം കിട്ടുക. നമ്മൾ തീർച്ചയായിട്ടും അത്തരം അസത്യ പ്രചരണങ്ങളുടെ വലകളിൽ വീഴാതിരിക്കുക. 2, രാജ്യത്തിൻ്റെ താല്പര്യത്തിനും രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിനും ഹാനികരമാകുന്നതൊന്നും തന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഈ രാജ്യത്തെ ഈ വിഷമഘട്ടത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ നമ്മളുടെ 3 സേനാ വിഭാഗങ്ങളുണ്ട്, നമ്മളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്, നമ്മളുടെ മന്ത്രിമാരുണ്ട്. അവരുടെ എല്ലാം മുകളിൽ സുപ്രീം കമാൻഡർ എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു ഒരു കടക്കാരൻ, പൂഞ്ചിലെ ആണെന്ന് തോന്നുന്നു, അയാൾ പറയുകയാണ്, ഞങ്ങൾ രാവിലെ കട തുറന്നു വെച്ചിരിക്കുന്നു, ചായ എടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഷെല്ലിംഗ് ആയിരുന്നു, പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ഒരു മോദി എന്നുള്ള നിലയിലല്ല, ഒരു രാജ്യത്തിന് വളരെ ഏബിളായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം മോദിയുടെ പേരെടുത്ത് പറഞ്ഞത്. പക്ഷേ അത് കേട്ടില്ല എന്ന് നടിക്കാനാണ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ശ്രമിച്ചതെന്ന് ആ വിഷ്വൽസിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതെന്തുമാകട്ടെ, പക്ഷേ ജനങ്ങൾ ഇന്നിപ്പോൾ സർക്കാരിനോടൊപ്പമാണ്, രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനോടൊപ്പമാണ്, 3 സേനാ വിഭാഗങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകി അല്ലെങ്കിൽ സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ, നാളെ ഒരിക്കൽ നിരപരാധികളുടെ ചോര ഈ ഭൂമിയിൽ വീഴാതിരിക്കാൻ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ട് ആ നിലപാട്, ആ ശക്തി അസത്യ പ്രചരണങ്ങളുടെ വലയിൽ വീണ് ചോർന്നു പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മാത്രം ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിക്കുക. രാഷ്ട്രീയ സംവിധാനങ്ങളെയല്ല, രാജ്യത്തെ പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുക, സർക്കാർ ഏജൻസികളെ ആശ്രയിക്കുക. അവർ ഒരാവേശത്തിൻ്റെ പുറത്ത് കിട്ടുന്ന വിവരം വെച്ച് ഒരിക്കലും പ്രസിദ്ധീകരിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് അവർ പ്രസിദ്ധീകരിക്കുക. അത്തരം വിവരങ്ങളിൽ മാത്രം വിശ്വസിക്കുക. നമ്മൾ പാകിസ്ഥാനേക്കാൾ ഈ ഒരു യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും കാതങ്ങൾ മുന്നിലാണ്. പാകിസ്ഥാനെ നമ്മൾ പാഠം പഠിപ്പിച്ചിരിക്കും. ജയ് ഹിന്ദ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.